വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിന്റെ ഭാഗമായി ഇതുവരെ അലോട്ട്മെന്റ് അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കും, അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റിലും സപ്ലിമെന്ററി അലോട്ട്മെന്റിലൊന്നും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടിയുള്ള അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. പത്രക്കുറിപ്പ്: ഹയർ സെക്കൻഡറി +1 പ്രവേശനം, വേക്കൻസി സീറ്റിലെ പ്രവേശനം. മെറിറ്റ് കോട്ടയിലെ വിവിധ അലോട്ട്മെന്റുകളിൽ അപേക്ഷിച്ചിട്ടും നാളിതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക്, നിലവിൽ പ്രവേശനം ഇല്ലാത്തവർക്ക് നിലവിലുള്ള വേക്കൻസിയിൽ പ്രവേശനം നേടുന്നതിനായി 2026 ഓഗസ്റ്റ് 13 വൈകിട്ട് 4 മണി വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതായത് നാളിതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും പ്രവേശനം ഇല്ലാത്തവർക്കും എന്ത് ചെയ്യാം, നിലവിലെ വേക്കൻസികളിലേക്ക് ഓഗസ്റ്റ് 13 വൈകിട്ട് 4 മണി മുതൽ ഓഗസ്റ്റ് 13 വൈകിട്ട് 4 മണി വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടി കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. നിലവിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. അത് നിലവിൽ ഏതെങ്കിലും കോട്ട, മെറിറ്റ് കോട്ട, മാനേജ്മെന്റ്, അൺഎയ്ഡഡ്, സ്പോട്ട്, കമ്മ്യൂണിറ്റി എല്ലാ കോട്ടകളും പെടും. ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. നാളിതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും അപേക്ഷ സമർപ്പിക്കുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇവിടെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. നിലവിലെ വേക്കൻസി അഡ്മിഷൻ വെബ്സൈറ്റായ www.hscap.kerala.go.in എന്ന വെബ്സൈറ്റിൽ ഓഗസ്റ്റ് 12 രാവിലെ 11 മണി മുതൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതൊക്കെ പ്രസിദ്ധീകരിച്ചു. പ്രസ്തുത വേക്കൻസിയിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ 2022 ഓഗസ്റ്റ് 12 രാവിലെ 10 മണി മുതൽ ഓഗസ്റ്റ് 13 വൈകിട്ട് 4 മണി വരെ ഉള്ള സമയപരിധിയിൽ കാൻഡിഡേറ്റ് ലോഗിലെ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ്സ് എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കണം. ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്തവർ വെബ്സൈറ്റിലെ പ്രവേശനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ്, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തൊരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് വഴി പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കി എന്ന ലിങ്കിലൂടെ രൂപീകരിക്കണം. തുടർന്ന് കാൻഡിഡേറ്റ് ലോഗിലെ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ്സ് എന്ന ലിങ്കിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന വേക്കൻസിക്കനുസൃതമായി ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായി സമർപ്പിക്കണം. അപേക്ഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വേക്കൻസിക്കനുസൃതമായി എത്ര സ്കൂൾ കോഴ്സ് വേണമെങ്കിലും ഓപ്ഷനായി ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് വേക്കൻസി അനുസരിച്ച് എത്ര സ്കൂളും കോഴ്സും വേണമെങ്കിലും ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ എണ്ണം ഒന്നും പറയുന്നില്ല, എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. വിവിധ കാരണങ്ങളാൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഹയർ സെക്കൻഡറി പ്രവേശനം അപേക്ഷിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവരും ഈ അവസരത്തിൽ അപേക്ഷ ഓൺലൈനായി നൽകാവുന്നതാണ്. അത് വിവിധ കാരണങ്ങളാൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്നും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷ അവസരം നൽകണമെന്നും, അത് വിവിധ കാരണങ്ങളാലൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയവർക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവർക്കും ഈ ഘട്ടത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 15 മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 6 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും പ്രവേശനം ഏകജാലക സംവിധാനത്തിൽ പ്രത്യേക അപേക്ഷകൾ ക്ഷണിച്ച് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലും 2 സപ്ലിമെന്ററി അലോട്ട്മെന്റിലും പൂർത്തീകരിച്ച് ശേഷമുള്ള ഒഴിവുകൾ വെബ്സൈറ്റിൽ സ്പോട്ട് അഡ്മിഷന് 2026 ഓഗസ്റ്റ് 12 രാവിലെ 9 മണി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യോഗ്യരായ അപേക്ഷകൾ പ്രസ്തുത ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ നിർദ്ദേശം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് ഇപ്പോൾ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ 15 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 6 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലും 2 സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലഭിക്കാത്തവരും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്കും ഓഗസ്റ്റ് 12 രാവിലെ 9 മണി മുതൽ അപേക്ഷിക്കാൻ സാധിക്കും. അതും ഓഗസ്റ്റ് 13 വൈകിട്ട് 4 മണി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി എന്ന് ശ്രദ്ധയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവരും ഇതുവരെ അപേക്ഷിച്ചൊരു അലോട്ട്മെന്റ് കിട്ടാത്ത മെറിറ്റ്
മെറിറ്റിലേക്കും അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി മിസ്കർ ദ ഫണ്ട് സ്ക്രീൻ ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.